ട്രേഡ്സ് മാർക്കറ്റിൽ ഇന്ന് ഞാൻ 2 ട്രേഡ് എടുത്തിട്ടുണ്ട് രാവിലെ. ഇപ്പം സമയം ഏകദേശം ഒരു രണ്ടേകാലായി. എനിക്ക് ലൈവായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, എന്നാലും ഞാനൊരു ഓഫ്ലൈനായിട്ട് ട്രേഡ് എടുത്തതിൻ്റെ റീസൺ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ട്രേഡ് എടുത്തത് 949 അത് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളുടെ സ്ട്രാറ്റജി പ്രകാരമാണ് എടുത്തത്. ഇത് 940 ക്യാൻഡിൽ. ഇനി ഇന്നലെയും ആരോ ചോദിക്കുന്നത് കേട്ടു, എങ്ങനെയാണ് നമ്മളുടെ സ്ട്രാറ്റജി ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. 940 ക്യാൻഡിൽ നമ്മൾ ഫിബോയെ ഡ്രോ ചെയ്ത് വെച്ചു. അപ്പം എനിക്കും ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് തോന്നിയത്. പക്ഷേ എന്നാലും ഞാൻ നമ്മളുടെ സ്ട്രാറ്റജി പ്രകാരം, അല്ലെങ്കിൽ സ്ട്രാറ്റജി പറയുന്ന ഒരു ഡൗൺഫോൾ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ്. സോ അങ്ങനെയാണ് ഞാൻ നമ്മളുടെ ട്രേഡ് ഒരു ഡൗൺ സൈഡിലോട്ട് നോക്കിയത്. അപ്പോൾ ഓക്കെ, ആ ലൈൻ പോയി. 0.6 ഇനി ഫിബോ ഡ്രോ ചെയ്യുന്ന എങ്ങനെയാണെന്നും കൂടെ ചോദിക്കരുത്, വേറെ ഒന്നും കൊണ്ടല്ല. ഫിബോയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. സോ ക്യാൻഡിൽ ഫോം ചെയ്ത് നമ്മളുടെ ലൈൻ ഡ്രോ ചെയ്ത് വെച്ചു. ആ ലൈനെ മാർക്കറ്റ് വന്ന് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മളുടെ ട്രേഡിൽ എൻ്ററായി. അപ്പം 120 ക്വാണ്ടിറ്റിയാണ് എടുത്തത്. അപ്പോൾ 100 പോയിൻറ്റ്സ് തന്നെയാണ് നമ്മളുടെ ടാർഗറ്റും വെച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ട്രേഡ് എടുത്ത് ഉടനെ തന്നെ മാർക്കറ്റ് താഴത്തോട്ട് ഫോളോ ചെയ്യായിരുന്നു 100 പോയിൻറ്റ്സ്. അപ്പം ഇവിടെ എത്തിയപ്പോഴത്തേക്കുമാണ് ഞാൻ മാർക്കറ്റിൽ നിന്ന് മാനുവലി എക്സിറ്റ് ചെയ്തത്. കാരണം പെട്ടെന്നുള്ള ഫോളോ ആയിട്ട് 951. അപ്പം ഏകദേശം ഒരു 6000+ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മാനുവലി എക്സിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇത്രയും വലിയ റിജക്ഷൻ വന്നു. സോ ഇവിടെ എവിടെയാണ് എക്സിറ്റ് ആയത്. എന്നാലും കുഴപ്പമില്ല, ഒരു 4000 അടുപ്പിച്ച് 3600 പ്രോഫിറ്റ് നമ്മൾ ആ ട്രേഡിൽ ബുക്ക് ചെയ്തു. ഈ അടുത്ത് പറയാൻ മാത്രമായിട്ടില്ല. ഇതൊരു ഞാനൊരു സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 10-10 എടുത്തതാണ്. അപ്പം 10-10 എന്ന് പറയുമ്പോൾ ഈ ഒരു ക്യാൻഡിൽ വന്ന് നമ്മുടെ ലൈനെ ബ്രേക്ക് ചെയ്തു, മേളിലോട്ട് ബ്രേക്ക് ചെയ്തു. പക്ഷേ മേളിലോട്ട് ബ്രേക്ക് ചെയ്ത് കൊണ്ടല്ല ഞാനിവിടെ ട്രേഡ് എടുക്കാൻ കാര്യം. അവിടെ നിന്ന് ഒരു 100 പോയിൻറ്റ്സ് ആയിരുന്നു ഞാൻ ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്തിരുന്നത്. പക്ഷേ അതിന് മുന്നേ ഇറങ്ങാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ റെഡ് ക്യാൻഡിൽ കണ്ടോ, ഈ റെഡ് ക്യാൻഡിൽ വന്നപ്പോൾ നമുക്ക് 2 ദിവസമായിട്ട് ലോസ് ആയിരുന്നു. ഫ്രൈഡേയും ലോസ് ആയിരുന്നു, ഇന്നലെയും ലോസ് ആയിരുന്നു. സോ അപ്പം ഇന്നും കൂടെ കണ്ടിന്യൂസ്ലി 3 ദിവസം ലോസ് വേണ്ടെന്നോർത്ത് ഞാൻ ഈ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് നമ്മുടെ ലൈനെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരാൻ തുടങ്ങിയപ്പോൾ ഞാനിവിടെ ഒരു കോസ്റ്റ് എന്ന രീതിയിൽ ഒരു 600+ ഒരു പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്തു. നമ്മൾ എക്സിറ്റ് ചെയ്യാൻ മാർക്കറ്റ് ബൂം. സോ ഈ സ്ട്രാറ്റജി വർക്ക് ആവുമോ നോക്കട്ടെ, അല്ലെങ്കിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. വർക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് പറഞ്ഞുതരാം. പിന്നെ ചില ആൾക്കാരുടെ കമൻസ് കണ്ടു, ഇതൊരു നെഗറ്റീവായിട്ടല്ല പറയുന്നത്, ചില ആൾക്കാരുടെ കമൻസ് കണ്ടു, നമ്മൾ നെഗറ്റീവ് ആവുകയാണെങ്കിൽ എന്താ പറയുക, ലോസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് സമയമില്ല എന്നും പറഞ്ഞ് പോവുകയാണ്. ഇതൊക്കെ എന്ത് വലിയ നമ്പറാണെന്നൊക്കെ ചോദിച്ച് ആ സഹോദരനോട് എനിക്ക് പറയാനുള്ളത്, സഹോദര, ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ അല്ല. ഇതുകൊണ്ടല്ല ഞാൻ എൻ്റെ ലൈഫ് ജീവിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ ഡിപ്ലോയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി എനിക്ക് പോയാലും നഷ്ടമില്ല. എന്നെ ഫിനാൻഷ്യലി എഫക്റ്റ് ചെയ്യാത്തതും എന്നെ സൈക്കോളജി പരമായിട്ട് എഫക്റ്റ് ചെയ്യാത്ത ഒരു ഫണ്ട് മാത്രമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഡിപ്ലോയിറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതിനെ ഞാനൊരു ഗെയിമായിട്ടാണ് ആക്ച്വലി കാണുന്നത്. സോ ആ ഫണ്ട് പോയാലും കുഴപ്പമില്ല, എനിക്ക് ബിസിനസ് വേറെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇൻകം ഞാൻ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ഇതല്ല പ്രയോറിറ്റി. അപ്പോൾ എനിക്ക് ചിലപ്പോൾ നമ്മുടെ സ്റ്റാഫ് ലീവ് ആണെങ്കിൽ എനിക്ക് അവിടെ പോകേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. അപ്പോൾ അതാണ് സമയമില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം ലോസ് വന്നാൽ വലിയ ട്രേഡേഴ്സൊക്കെ, ഇപ്പം ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അത് ശരിയല്ലല്ലോ. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, വലിയ ട്രേഡർ ഇപ്പം ഈ കൊറോണ സമയത്തൊക്കെ നമ്മളെ ട്രേഡ് പഠിപ്പിച്ച്, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ട്രേഡിനെ പറ്റിയൊക്കെ ഇട്ട് തുടങ്ങിയ ഒരാൾ, ഈ പുള്ളി ഒരു ആരും ആയിക്കോട്ടെ, XY, ഇവരൊന്നും ഇവരുടെ ലൈവ് വീഡിയോസ് ഇടാറില്ല. കാരണം ഇവർക്ക് ലോസ് വരുന്നത് വെളിയിൽ പറയാൻ പറ്റില്ല. കാരണം ദേ ആർ സെല്ലിങ് ദെയർ കോഴ്സസ്. അപ്പം മറ്റുള്ളവരാരും അവരുടെ കോഴ്സ് മേടിക്കില്ല. ഞാൻ നിങ്ങളോട് 10 രൂപ ചോദിക്കുന്നില്ല, ഞാൻ നിങ്ങളോട് 10 രൂപയുടെ എൻ്റെ കോഴ്സ് ഞാൻ സെല്ല് ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് ലോസ് വീഡിയോ ഇട്ടാൽ എന്താ ചേട്ടാ, പ്രോഫിറ്റ് വീഡിയോ ഇട്ടാൽ എന്താ? എനിക്കിതിലൊന്നും വലിയ കാര്യമില്ല. ഞാൻ പ്രോഫിറ്റ് ആണെങ്കിലും ഞാനിടും, ലോസ് ആണെങ്കിലും ഞാനിടും. പക്ഷേ ലോസ് വീഡിയോ ഇടുമ്പോൾ എനിക്ക് അതിനൊരു ഇമോഷനുണ്ട്. ഞാൻ എന്തിനാ വെറുതെ ഞാനേ തെറ്റ് ചെയ്തു, പിന്നെ നാട്ടുകാരെയും കൂടി ഇത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ലോസ് വീഡിയോ ഇടുമ്പോൾ ഞാൻ കൂടുതലൊന്നും അതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. പക്ഷേ പഠിക്കുന്ന ലോസ് ആണെങ്കിൽ ഉറപ്പായിട്ടിടും. ഇപ്പം ലോസ് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഇല്ലെങ്കിൽ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇടാറുണ്ട്. അപ്പോൾ ചേട്ടാ,
അങ്ങനെ പറയരുത്. ക്രിറ്റിസൈസിങ് ഒക്കെ വളരെ സന്തോഷം, നമുക്ക് അങ്ങനെ എടുക്കാം. നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനും നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ജോയിൻ ചെയ്യുക, അല്ലാതെ ഞാൻ ഇതിൻ്റെ അകത്തൊരു ടീച്ചറും നിങ്ങൾ എൻ്റെ സ്റ്റുഡൻസും അല്ല. അപ്പോൾ എനിക്കറിയാവുന്നത് ഞാനും പറയാം, നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾ പറയും. നമുക്ക് രണ്ടുപേർക്കും കൂടെ നല്ലൊരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യാം. നമുക്ക് ഇനി വരുന്ന സമയങ്ങളിൽ നമുക്കൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ടാക്കാം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഫാർ എ ഡിസ്റ്റൻസ് കാര്യങ്ങളാണ്. സോ ചേട്ടാ, നെഗറ്റീവ് അടിക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിൽ നിന്ന് ചേട്ടൻ എന്തെങ്കിലും പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചേട്ടൻ അത് പഠിച്ചേച്ച് ഇതിൻ്റെ താഴത്ത് കമൻറ്റ് ചെയ്യും, മറ്റുള്ളവർക്കും കൂടെ പ്രചോദനമാവട്ടെ. അല്ലാതെ നമ്മളിതിൻ്റെ അകത്ത് ഞാനൊരു യൂട്യൂബർ അല്ലല്ലോ ചേട്ടാ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണവും എൻ്റെ വാച്ച് അവേഴ്സൊക്കെ നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക് പറ്റും. എനിക്കിതിൽ നിന്നൊന്നും ഒരു തേങ്ങയും കിട്ടുന്നില്ല. അപ്പോൾ വളരെ സത്യസന്ധമായിട്ട് പറയുന്നത്, നിങ്ങൾക്കറിയാൻ വയ്യാത്ത കാര്യം ചോദിക്കുക, എനിക്കറിയാമെങ്കിൽ പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് വലിയ ആളൊന്നുമല്ല. ഇപ്പോൾ ഈ 4000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയ സമയത്ത് ഞാനൊരു 10 ലക്ഷമോ 50 ലക്ഷമോ എൻ്റെ വീട് വിറ്റോ കുറേ ഗോൾഡ് പണയം വെച്ചോ കൊണ്ട് വേണമെങ്കിൽ എനിക്ക് ഇതിൻ്റെ അകത്ത് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്കിതറിയാമെങ്കിൽ ഞാൻ ചെയ്തുകൂടെ? അല്ലെങ്കിൽ ബാക്കി എല്ലാവർക്കും ചെയ്തുകൂടെ? ഇതെന്താ ചെയ്യാത്ത? ഇതൊരു പ്രോബബിലിറ്റിയുടെ ഗെയിമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ബുക്കിൻ്റെ റിവ്യൂ ഇതിൻ്റെ അത് ചെയ്തിട്ടുണ്ട്, ട്രേഡിംഗ് ഇൻ ദ സോൺ, മാർക്ക് ഡഗ്ലസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആ ബുക്ക് നിങ്ങൾ വായിക്കൂ. ഇതൊരു വെറും ഒരു പ്രോബബിലിറ്റിയുടെ ഗെയിമാണ്. നമുക്ക് ചിലപ്പം ഇത് മാർക്കറ്റ് മേലിലോട്ട് പോകാനാണ്, അല്ലെങ്കിൽ താഴത്തോട്ട് വരാണ്, അല്ലെങ്കിൽ സൈഡ് വേസ്, 3 പോസിബിലിറ്റിയാണ് ഇതിൻ്റെ അകത്തുള്ളത്. സോ അങ്ങനെയുള്ള ഒരു ഇത് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. സോ ചിലപ്പോൾ നമ്മൾ പറയുന്നത് ശരിയായിരിക്കും, ചിലപ്പോൾ നമ്മൾ പറയുന്നത് തെറ്റായിരിക്കും. തെറ്റാണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങുക, നമ്മൾ പറയുന്നത് ശരിയാണെങ്കിൽ ടാർഗറ്റിൽ ഇറങ്ങുക. സോ അല്ലാതെ ഇതിൻ്റെ അകത്ത് ഇപ്പം മസിൽ പിടിച്ചുകൊണ്ട് നിന്നാൽ അവിടെ നിൽക്കത്തേ ഉള്ളൂ ചേട്ടാ. അതുകൊണ്ട് ഇത്രയും പറഞ്ഞത് ആ ചേട്ടന് വേണ്ടി മാത്രമാണ്. കാരണം നമ്മൾ ഇതിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുന്ന ഒരു കാര്യം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചും, നമുക്കും മീൻസ് എനിക്കും നിങ്ങളിൽ നിന്നും എന്നെക്കാട്ടിലും ഒരുപാട് അറിവുള്ളവർ ചിലപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് പേര് ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും ഇതിൽ തെറ്റ് പറയരുത് എന്നുള്ള വളരെ എന്താ പറയുക, ഉറച്ച വിശ്വാസവും എനിക്കുണ്ട്, അങ്ങനെ ചെയ്യരുത് എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇത് എൻ്റെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവരുന്ന കാശല്ല ചേട്ടാ, നിങ്ങളും പ്രോഫിറ്റ് എടുക്കുക. സോ എല്ലാവരും പ്രോഫിറ്റബിൾ ആവണം. നമുക്കൊരു കമ്മ്യൂണിറ്റി, ഒരു 1000, ഇപ്പം നമ്മളൊരു 1000 പേരെടുത്തു, 1000 2000 പേരുള്ളൊരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യുക, നമുക്കെല്ലാവർക്കും കൂടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക, നമ്മളെല്ലാവരും കൂടെ ഒരു മീറ്റപ്പ് കണ്ടക്ട് ചെയ്യുക, നമുക്കറിയാവുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തരിക. അല്ല ഞാൻ ഇതിൻ്റെ അകത്ത് മെൻറ്ററൊന്നുമല്ല. സോ ദാറ്റ്സ് ഓൾ. ടുഡേ നമ്മൾ ഒരു 4000+ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു, ബൈ.